ഗൈസ്, ഞാൻ ഇന്ന് കൊച്ചിയിൽ 1 കോടിയുടെ ഫ്ലാറ്റാണ് വാങ്ങാൻ പോകുന്നത്. 1 കോടിന്റെ. അങ്ങനെ നമ്മൾ ഇന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ വന്ന 3ാമത്തെ ദിവസം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എങ്ങനെയല്ലോ കടിച്ചു പിടിച്ച് എണീച്ചല്ല, അൽഹംദുലില്ലാ. അതിനുശേഷം നമ്മളെല്ലാം പല്ലേക്കാൻ ഇറങ്ങി. പല്ലേക്കുമ്പോഴത്തേക്ക് ചുക്കാമണിക്കൊരു മുട്ടല്ലേ, ചുക്കാമണിക്ക് മുട്ടുമ്പോഴത്തേക്ക് ഡെയിലി ഒരു 5-8 വട്ടം മുട്ട് കെട്ടാ കാണിച്ചോണ്ടിരിക്കാൻ പറയല്ലേ. അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് സമയം ഇങ്ങനെ നോക്കി. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നല്ല വൈറ്റെല്ലാം ഇട്ട് നല്ല ചെത്തപ്പിൽ ഇറങ്ങാൻ ചോദിച്ചു. നല്ല റാഹത്തായിക്കോട്ട്, അല്ല എന്താ പറയുന്നത്, എന്റെ ഇടയ്ക്കൂടെ എന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോട്ടോഗ്രാഫർ മോണായോണ്ട് കുഴപ്പമില്ല. മിട്ടുവിനോട് ബായും പറഞ്ഞിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. മഴയായോണ്ട് പിന്നെ എന്നെ കൂട്ടാൻ ഷൗക്ക് വന്നു. ഷൗക്ക് താറെല്ലാം എടുത്തിട്ട് ഇറങ്ങി. മാഷാ അല്ലാ. നമ്മളേറെ പള്ളിയിൽ പോയി ഫുഡെല്ലാം കഴിച്ച്. ഷൗക്കുവിന്റെ താറായോണ്ട് പിന്നെ കോർപ്പറേഷൻ അത്യാവശ്യം ഓഫ് റോഡിലുള്ള ട്രാക്കെല്ലാം എനിക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല. ഞാൻ ഷൗക്കുവിനോട് പറഞ്ഞു, ബാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാലോ. നേരെ പെട്രോൾ പമ്പിലെല്ലാം കയറ്റി വിട്ട് വണ്ടി. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് മെഹർ ടൈപ്പ് ക്യൂട്ട്നെസ് എല്ലാം ഇട്ട് നമ്മളിങ്ങനെ പോയി. അപ്പോണ്ട് കുറെ പിള്ളേർ ഇങ്ങനെ സ്കേറ്റിംഗ് എല്ലാം ആക്കുന്ന റോട്ട് വന്ന് മോനെ കിട്ടലാക്കിനെ. അപ്പോഴത്തേക്ക് മേഖല നല്ല ഇരുണ്ട് കറുത്ത് നല്ല ഇങ്ങനെ പെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോണ്ട് ഷോക്ക് വണ്ടി യൂട്ടേൺ അടിക്കുന്നു. അന്നേരം ഞാൻ ഒരു കാര്യം ഓർത്തെ, ഇവനോട് കറങ്ങണം എന്ന് പറഞ്ഞാൽ ഇവൻ കറങ്ങുകയേ ചെയ്യും. അതിന്റെ അടുത്ത് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ അവ തന്നെ പറയണം. പറഞ്ഞെന്താന്നോ അത് അതേപോലെ ചെയ്ത് നിർത്തണം. ഓ കിടിലം മഴ, കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം മഴ. കൈയെല്ലാം പുറത്തിട്ട് കുറച്ച് ജെൻസി ടച്ചെല്ലാം പിടിച്ചിനെ. തിരിച്ചു പോകാനാവുമ്പോ ഞാൻ പറഞ്ഞു, എടാ ഒരു ചായ കുടിച്ചു പോകാം. അങ്ങനെ പറഞ്ഞോണ്ട് ഒരു ചായ കുടിച്ച് എന്നിട്ട് തന്നെ ഇറക്കി ഓൻ പോയി. അങ്ങനെ റൂമിലെത്തി കിടക്കുമ്പോ ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നു. ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കലിന് ഭയങ്കര കഷ്ടപ്പാടന്നെ. ഇപ്പൊ അന്നേരം എനിക്കിത് കാണുന്ന ആളെ കഷ്ടപ്പാടിനെ പറ്റിയിട്ട് ഓർമ്മ വന്നേ. ഞാൻ ഇങ്ങനെ നിന്നിട്ട് മൂത്രയിക്കുന്നത്, ചേർന്നിട്ട് കിടക്കുന്നത് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്ട്രെസ് റിലീഫ് ആകുന്നുണ്ടെങ്കിൽ ഫോളോ ആയിക്കോട്ടാ. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടാ. ഇതും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ റിഹാബിലേഷൻ സെന്ററിൽ പോയിക്കോ. നിങ്ങൾ നല്ലൊരു രോഗിയാണ്.